കേരള ആംഡ് പോലീസ് 2-4 ബറ്റാലിയനുകളുടെ റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് മാങ്ങാട്ടുപറമ്പ് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ ആശയവും അഭിലാഷമായതും മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലീസിന്റെ ഭാഗമാകുന്നുവെന്നും ഇത് പോലീസിന് പുതിയ മുഖം നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള പോലീസിന് മാനവിക മുഖം കൈവന്നിട്ടുണ്ട്. പോലീസിന് എപ്പോഴും ജനങ്ങളോട് മൃദുഭാവം ആയിരിക്കണം. ജനങ്ങളുടെ ബന്ധുവായി പോലീസ് പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്തമുഖത്ത് കേരള പോലീസ് നടത്തിയ പ്രവർത്തനം പ്രശംസനീയമാണ്. സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ടാണ് എല്ലാവരും പ്രവർത്തിച്ചതെന്നും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനായിരുന്നു പോലീസ് പ്രാധാന്യം കൊടുത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തിയത് പോലീസിന്റെ മികവാർന്ന അന്വേഷണത്തിലൂടെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളോട് ഏറ്റവും അടുത്തിടപഴകുന്ന ഒരു വിഭാഗമാണ് പോലീസ്. കേരളത്തിലെ പോലീസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് നമ്മുടെ രാജ്യം ശ്രദ്ധിച്ച ഒരു ദുരന്തം ഒരിടത്ത് നടന്നപ്പോൾ അവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളോട് ചോദിച്ചതായിട്ട് മാധ്യമ വാർത്തകൾ വന്നു. എന്താണ് ഒരു ഡ്രൈവറുടെ കാര്യത്തിൽ ഇത്രയധികം ഒച്ചയും ബഹളവും ഉണ്ടാകുന്നത്? അത് ഇവിടുത്തെ ഒരു പോലീസുകാരന് ചോദിക്കാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ പോലീസിന്റെ രീതികളെ മാറിപ്പോയി. അത്രമാത്രം മാനവിക മുഖം പോലീസിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായി വരുന്ന വാർത്ത, ഒരു കുട്ടിയെ കാണാതായി. എത്ര മികവാർന്ന രീതിയിലുള്ള അന്വേഷണ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത്. ആ ശ്രദ്ധയുടെയും കരുതലിന്റെയും ഭാഗമായിട്ട് കൂടിയാണല്ലോ വിശാഖപട്ടണത്തിൽ വെച്ചിട്ട് ആ കുട്ടിയെ അവിടെയുള്ള ആളുകൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ, ഒരു ചെറിയ പ്രശ്നം വന്നാൽ ആ കുഞ്ഞായാലും ആടായാലും ആരായാലും അത് നമ്മുടെ നാടിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന രീതിയിൽ കാണാനും പെരുമാറാനും ഇടപെടാനും കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പോലീസ് സേന മാറിക്കഴിഞ്ഞു. കേരള ആംഡ് പോലീസ് 2-ാം ബറ്റാലിയനിൽ നിന്ന് 152 പേരും 4-ാം ബറ്റാലിയനിൽ നിന്ന് 162 പേരും ഉൾപ്പെടെ 314 സേനാംഗങ്ങൾ പരേഡിൽ അണിനിരന്നു. 9 മാസത്തെ അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്ത് കേരള പോലീസിന്റെ ഭാഗമാകുന്നത്. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, എം വിജിൻ MLA, ആദൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ADGP ആംഡ് പോലീസ് ബറ്റാലിയൻ MR അജിത് കുമാർ, ആംഡ് പോലീസ് ബറ്റാലിയൻ DIGയുടെ അധിക ചുമതലയുള്ള ജയദേവ് ജി, KAP-2 ബറ്റാലിയൻ കമാൻഡന്റ് രാജേഷ് R, KAP-4 ബറ്റാലിയൻ കമാൻഡന്റ് അരുൺ K പവിത്രൻ എന്നിവരും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ 1996 ട്രെയിനിംഗ് ബാച്ചിലെ പോലീസ് ഉദ്യോഗസ്ഥർ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഇന്നറിയാൻ കണ്ണൂർ. ഇമാനുവൽ സിൽക്സ് കണ്ണൂർ ഷോറൂമിൽ ഓഗസ്റ്റ് 10 മുതൽ മെഗാ ക്ലിയറൻസ് സെയിൽ. 25 മുതൽ 75% വരെ വിലക്കിഴിവിൽ വസ്ത്രങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ നിരവധി കോംബോ ഓഫറുകളും ഒപ്പം നിരവധി ഓഫറുകളും ലഭ്യമാണ്. 3 ക്രോപ്പ് ടോപ്പുകൾക്ക് 399, 3 ജെൻസ് ടീഷർട്ടുകൾക്ക് 299, 3 ബോയ്സ് ടീഷർട്ടുകൾക്ക് 299, സാരികൾ 199 മുതൽ, കോട്ടൺ കുർത്തികൾ 189 മുതൽ, ധോത്തികൾ 199 മുതൽ, ജെൻസ് ഷർട്ടുകൾ 199 മുതൽ, 3 ബ്ലാങ്കറ്റുകൾക്ക് 299, 3 ബെഡ്ഷീറ്റുകൾക്ക് 299, കോട്ടൺ പില്ലോ കവറുകൾ 39 മുതൽ, ഡോർ മാറ്റുകൾ 19 മുതൽ, അജ്രക് പ്രിന്റ് കോട്ടൺ ഡ്രസ് മെറ്റീരിയലുകൾ 89 മുതൽ, സാരികൾ, ലേഡീസ് വെയറുകൾ, ജെന്റ്സ് വെയറുകൾ, കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം അവിശ്വസനീയമായ വിലക്കിഴിവിൽ ലഭിക്കുന്ന
ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഈ ഓഫറുകൾ ഏതാനും ദിവസങ്ങൾ മാത്രം.